മൈൻഡ് വെൽനസ് ക്ലിനിക്, കടക്കൽ ടവർ, നെടുമ്പൈൻകുളം, കുണ്ടറ. കോൺടാക്ട് നമ്പർ 7907604850. ഗ്രോ സെൽഫ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തോമസ് വർഗീസ്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സൈക്കോപാത്തുകൾ. അതായത് മനഃശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും വളരെ സുപരിചിതമായ ഒരു വാക്കാണ് സൈക്കോപാത്ത്. നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് സൈക്കോപാത്ത് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ എന്താണ് ഈ സൈക്കോപാത്ത് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ ഏതോ ഗുരുതരമായ മാനസിക രോഗം ബാധിച്ച അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിനടിമപ്പെട്ട ഒരു വ്യക്തിയാണ് സൈക്കോപാത്ത് എന്ന് വിളിക്കുന്നത് എന്നാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഗതി. എന്നാൽ ഇത് ഗുരുതരമായ ഒരു മാനസിക രോഗം ബാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിൽ അഥവാ അവരുടെ പേഴ്സണാലിറ്റിയിൽ വന്നിരിക്കുന്ന കുറവാണ്. അതായത് ഒരു മനുഷ്യന് സാധാരണ ഉണ്ടായിരിക്കേണ്ട മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സത്യം, ധർമ്മം, നീതി എന്നിവയിലൂടെ ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയിൽ അതിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സത്യം, ധർമ്മം, നീതി എന്ന് പറയുന്ന കാര്യങ്ങളിൽ കുറവ് സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? അതായത് ഒരു മനുഷ്യൻ്റേതായ ആ അവസ്ഥയിൽ നിന്ന്, ആ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും നീതിയിൽ നിന്നും വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അവരെ നമ്മൾ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ നമുക്ക് പേരിട്ട് വിളിക്കാം. എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടി മുമ്പിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ സൈക്കോപാത്തുകൾ. അതായത് ഉൾക്കാഴ്ചയുണ്ട്, എന്നിരുന്നാലും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്നത്, അസാൻമാർഗികമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികൾ. തങ്ങൾ ചെയ്യുന്നതായ കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് വളരെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന മറ്റൊരു സത്യം. അതായത് തങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് വിഘാതമായി ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന കാര്യങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഒക്കെ വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുക എന്നൊരു പ്രവണത ഇവരിൽ അടങ്ങിയിരിപ്പുണ്ട്. യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്ക് സുഹൃത്തുക്കൾ തുലവും കുറവായിരിക്കും, വളരെ തുച്ഛമായിരിക്കും. അധികം സുഹൃത്തുക്കളൊന്നും ഇവർക്കുണ്ടാവില്ല. അതായത് മറ്റുള്ള മനുഷ്യനായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, അവരുടെയൊക്കെ പ്രാണവേദനയിൽ പിടയുന്ന ഒരവസ്ഥയിൽ പോലും അതൊക്കെ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇവർക്കുണ്ട്. അപ്പം എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തതിന് ശേഷവും ഇവർ അതിൽ നിന്ന് വളരെ വിദഗ്ധമായി രക്ഷപ്പെടുകയും സമൂഹത്തിൽ വളരെ മാന്യതയോടെ ജീവിക്കാനും മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കത്തക്ക രീതിയിൽ പെരുമാറാനുമുള്ള ഒരു കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ട് ഇവർ ആർജിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഒരു മനഃശാസ്ത്ര ഒരു വിദഗ്ധനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ രണ്ടഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന്, ഗുരുതരമായ മാനസിക രോഗങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള ഒരു ടെൻഡൻസി ഇവരിലുണ്ട് എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുമ്പോൾ, മറ്റൊരു കൂട്ടർ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ന്യൂറോട്ടിക് പ്രോബ്ലംസ് വളരെ അമിതമായ രീതിയിൽ ഇവരിൽ രൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു വിലയിരുത്തുന്നു. ചെറുപ്പത്തിൽ അവർ, അതായത് അസാൻമാർഗികമായ രീതിയിലോ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ശൈലി സ്വീകരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കള് ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാം എന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. കുറ്റകൃത്യങ്ങളോ കൊലപാതകങ്ങളോ ഒക്കെ ചെയ്തിട്ടും യാതൊരു വിധമായ കുറ്റബോധമോ പശ്ചാത്താപമോ ഇവരിൽ കാണാറില്ല. അപ്പോൾ മേൽപ്പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടോ അതിലധികമോ കാര്യങ്ങൾ ഒരാളിൽ ദർശിക്കാനിടയായാൽ, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ
അവർ സൈക്കോപാത്തുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സംഗതിയാണ്. ഈ അധ്യായം ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ തോമസ് വർഗീസ്.